3ാം ക്ലാസ്സിൻ്റെ അറബിക്കിൻ്റെ ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആദ്യത്തെ ചോദ്യത്തിന് കൂട്ടുകാർ നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 ഹയ്യ നഖറഉ വനുജീബു. വായിക്കാം, ഉത്തരമെഴുതാം. താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫ് വായിച്ചിട്ട് അതിന് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. അമീനുൻ ദാരിസുൻ ഫിൽ മദ്രസത്തിൽ ഇബ്തിദായിയ. അമീൻ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിയാണ്. യദ്റസു ഫി സൊഫി താലിസ്. അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യറൂഹു അമീൻ ഇലൽ മദ്രസത്തി ഫിൽ ഹാഫില. ബസ്സിലാണ് അമീൻ സ്കൂളിലേക്ക് പോകാറുള്ളത്. യദ്റസു അമീൻ മിനൽ മദ്രസത്തി അൽ ഉലൂമ വൽ ലുഗാത്ത്. ശാസ്ത്ര വിഷയങ്ങളും ഭാഷാ വിഷയങ്ങളുമാണ് അമീൻ സ്കൂളിൽ നിന്നും പഠിക്കാറുള്ളത്. വയുഹിബ്ബു അൽ ലുഗത്തുൽ അറബിയ്യ. അറബി ഭാഷയാണ് അവന് ഇഷ്ടം. ഷാറക അമീൻ ഫി ജമീഇൽ മുസാബഖാത്ത്. അമീൻ എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തു. വനാലൽ ജായിസത ഫി മുസാബഖത്തിൽ ഖിറാഅ. വായനാ മത്സരത്തിൽ അവന് സമ്മാനം ലഭിച്ചു. യുഹിബ്ബുഹു ജമീഉൽ മുദരിസീന വത്തുല്ലാബ്. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും അവനെ ഇഷ്ടമാണ്. ഹുവ ദാരിസുൻ നശീത്തുൻ. അവൻ മിടുക്കനായ വിദ്യാർത്ഥിയാണ്. അൽ അസ്ഇല. ഇനി ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫി അയ്യി സൊഫിൻ യദ്റുസു അമീൻ. അമീൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫി സൊഫി താലിസ്. 3ാം ക്ലാസ്സിലാണ് അല്ലേ? രണ്ടാമത്തെ ചോദ്യം, കൈഫ യറൂഹു ഇലൽ മദ്രസ. അമീൻ സ്കൂളിലേക്ക് എങ്ങനെയായിരുന്നു പോയിരുന്നത്? ഫിൽ ഹാഫില. ബസ്സിലായിരുന്നു അല്ലേ? മൂന്നാമത്തെ ചോദ്യം, മാതാ യദ്റുസു അമീൻ മിനൽ മദ്രസ. സ്കൂളിൽ നിന്നും അമീൻ എന്താണ് പഠിക്കുന്നത്? അൽ ഉലൂമ വൽ ലുഗാത്ത്. ശാസ്ത്ര വിഷയങ്ങളും ഭാഷാ വിഷയങ്ങളുമാണ്. നാലാമത്തെ ചോദ്യം, ഹൽ ഷാറക അമീൻ ഫിൽ മുസാബഖാത്ത്. അമീൻ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ? എന്താണ് നമ്മൾ ആ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്? അമീൻ മത്സരങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്നു അല്ലേ? നഅം എന്നാണ് നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ഫി അയ്യി മുസാബഖത്തിൻ നാല അമീൻ അൽ ജായിസ. ഏത് മത്സരത്തിനായിരുന്നു അമീന് സമ്മാനം കിട്ടിയിരുന്നത്? ഫി മുസാബഖത്തിൽ ഖിറാഅ. വായന മത്സരത്തിലായിരുന്നു അല്ലേ? ഫി യൗമിൽ ഉത്ലതി ഖറജ അമീൻ മഅ അഖീഹി ഇലാ ബൈത്തിൽ ജദ്ദ്. അവധിക്ക് അമീൻ അവന്റെ സഹോദരന്റെ കൂടെ അവന്റെ വല്യപ്പയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. റഅഫി ത്വരീഖി മൻളറൻ ജമീലൻ. വഴിയിൽ വെച്ചവൻ ഭംഗിയുള്ള കാഴ്ചകൾ കണ്ടു. ഫഖാല അമീൻ ലി അഖീഹി അൻ ഹാദൽ മൻളർ. അങ്ങനെ അമീൻ തന്റെ സഹോദരനോട് അവൻ കണ്ട കാഴ്ചകളെ കുറിച്ച് പറഞ്ഞു. ആക്ടിവിറ്റി 2 ഹയ്യ നക്തുബ്. എഴുതാം. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ കൂട്ടുകാർ എന്തെല്ലാമാണ് കാണുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതെല്ലാം വിശദീകരിച്ച് ഒരു കുറിപ്പായി എഴുതുകയാണ് വേണ്ടത്. എന്തെല്ലാമാണ് ചിത്രത്തിലുള്ളതെന്ന് നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. ഹാദാ ബൈത്തുൻ ജമീലുൻ. ഇത് ഭംഗിയുള്ളൊരു വീടാണ്. അമാമൽ ബൈത്തി. എന്തെല്ലാമാണ് വീടിന്റെ മുന്നിലുള്ളത്? അമാമൽ ബൈത്തി ഹദിയഖത്തുൻ ജമീലത്തുൻ. വീടിന്റെ മുന്നിൽ ഒരു ഭംഗിയുള്ള പൂന്തോട്ടമുണ്ട്. ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ ജമീലുൻ. പൂന്തോട്ടത്തിൽ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ട്. ഫിൽ ഹദീഖത്തി ഫറാശത്തുൻ വഗുറാബുൻ. പൂന്തോട്ടത്തിൽ പൂമ്പാറ്റിയും ഒരു കാക്കയുമുണ്ട്. ഇൻദൽ ഹദീഖത്തി ഷജറത്തുൻ കബീറത്തുൻ. പൂന്തോട്ടത്തിനരികിൽ വലിയൊരു മരമുണ്ട്. യൽഅബു തുല്ലാബു വദ്ദജാജത്തു ഫീ ഫിനാഇൽ ബൈത്തി. വീടിന്റെ മുറ്റത്ത് കുട്ടികളും ഒരു കോഴിയും കളിക്കുന്നുണ്ട്. ആക്ടിവിറ്റി 3 ഹയ്യ നൻലിം. അൻഷദ സിനാൻ നഷീദത്തൻ അൻ സ്വദീഖിഹി അമീൻ. സിനാൻ അവന്റെ കൂട്ടുകാരൻ അമീനിനെ കുറിച്ച് ഒരു പാട്ടുപാടി. ഹയ്യ നുൻഷിദു മഅഹു വനക്തുബ്. അവന്റെ കൂടെ പാടി കവിത പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. കവിത പൂർത്തിയാക്കാനായി കൂട്ടുകാർക്ക് തന്നിരിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ത്വയ്യിബാത്ത്. നല്ല കാര്യങ്ങൾ. റഫീഖി. എന്റെ കൂട്ടാളി. സ്വാലിഹാത്ത്. നല്ല പ്രവൃത്തികൾ. അനീസി. എന്റെ നല്ല കൂട്ടുകാരൻ. മാതൃകയായി നൽകിയിരിക്കുന്ന വരികളെ പോലെ സൂചനയിൽ നൽകിയിരിക്കുന്ന വാക്കുകൾ കൂട്ടിച്ചേർത്ത് കവിത പൂരിപ്പിക്കുകയാണ് വേണ്ടത്. യാ അമീൻ അൻത ഹബീബി അൻത തഅമലു മക്റുമാതി. യാ അമീൻ അൻത സ്വദീഖി അൻത തഅമലു മുഹ്സനാതി.
യാ അമീൻ അൻത റഫീഖി അൻത തഅമലു ത്വയ്യിബാത്തി. യാ അമീൻ അൻത അനീസി അൻത തഅമലു സ്വാലിഹാത്തി. ആക്ടിവിറ്റി 4 ഹയ്യാ നസ്വിലു ബി സ്വഹീഹി വനക്തുബ്. ശരിയായവ ചേർത്ത് വരയ്ക്കുകയും അത് എഴുതുകയും ചെയ്യാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഒരു പൂച്ചയുടെ ചിത്രവും കുറെ വാക്കുകളുമാണ് തന്നിരിക്കുന്നത്. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്? പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവ യോജിപ്പിക്കുകയും അത് വാക്യങ്ങളിലാക്കി എഴുതുകയുമാണ് വേണ്ടത്. ഒരു ഉദാഹരണം കൂട്ടുകാർക്കായി ഇവിടെ നൽകിയിട്ടുണ്ട്. എന്താണത്? റുസ്, അരി ഭക്ഷണം പൂച്ചയ്ക്ക് ഇഷ്ടമാണ് അല്ലേ? മറ്റെന്തെല്ലാം ഭക്ഷണ ഇനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ലഹ്മ, ഇറച്ചി, ഖിയാർ, കക്കിരി, സമക്, മത്സ്യം, ദജാജ്, കോഴി, മൗസ്, പഴം, ഹലീബ്, പാല്, ജസർ, ക്യാരറ്റ്, ഫഅർ, എലി. ഇതിൽ നിന്നും പൂച്ചയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്താമല്ലോ. ഏതെല്ലാമാണ്? ലഹ്മ, സമക്ക്, ഹലീബ്, ജസർ, ഫഅർ. ഇനി ഇതെല്ലാം മാതൃകയായി നൽകിയിരിക്കുന്നത് പോലെ വാക്യങ്ങളിലാക്കി എഴുതുകയാണ് വേണ്ടത്. എന്താണ് മാതൃകയായി നൽകിയിരിക്കുന്നത്? യുഹിബ്ബുൽ ഖിത്തു അർ-റുസ്സ. പൂച്ചയ്ക്ക് അരിഭക്ഷണം വളരെ ഇഷ്ടമാണ്. ഇനി ഇതേപോലെ നമ്മൾ കണ്ടെത്തിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നിർമ്മിക്കാമല്ലോ. ഒന്നാമത്തേത് എന്താണ്? യുഹിബ്ബുൽ ഖിത്തു അൽ-ലഹ്മ. പൂച്ചയ്ക്ക് ഇറച്ചി വളരെ ഇഷ്ടമാണ്. രണ്ടാമത്തേത് യുഹിബ്ബുൽ ഖിത്തു അസ്-സമക. പൂച്ചയ്ക്ക് മത്സ്യം വളരെ ഇഷ്ടമാണ്. തേർഡ് വൺ യുഹിബ്ബുൽ ഖിത്തു അൽ-ഹലീബ. പൂച്ചയ്ക്ക് പാൽ വളരെ ഇഷ്ടമാണ്. ഫോർത്ത് വൺ യുഹിബ്ബുൽ ഖിത്തു അൽ-ഫഅറ. പൂച്ചയ്ക്ക് എലിയെ വളരെ ഇഷ്ടമാണ്. ഫിഫ്ത് വൺ യുഹിബ്ബുൽ ഖിത്തു അൽ-ജസറ. പൂച്ചയ്ക്ക് ക്യാരറ്റ് വളരെ ഇഷ്ടമാണ്. അമീൻ വസുദീഖുഹു ബഅദ ലായിഹാത്തിൽ ഇർഷാദിയ. അമീനും അവന്റെ കൂട്ടുകാരനും പ്ലക്കാർഡിലേക്ക് വേണ്ട കുറച്ച് നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അവർ അതെല്ലാം ശരിയായ സ്ഥാനത്ത് വെച്ചു. ആക്ടിവിറ്റി 5 പ്ലക്കാർഡുകൾ ഉണ്ടാക്കാം. എന്തെല്ലാമാണ് ഇവിടെ വാക്യങ്ങളായി നൽകിയിരിക്കുന്നത്? ഹാഫിൽ അല നലാഫത്തിൽ ബിഇർ, കിണർ വൃത്തിയായി സൂക്ഷിക്കുക. തനാവുലുൽ ഖലറവാത്തി ദായിമൻ, പച്ചക്കറികൾ എപ്പോഴും കഴിക്കുക. അഗ്ലിഖു സുംബുറു ബഅദൽ ഇസ്തിഅമാൽ, ഉപയോഗശേഷം ടാപ്പ് ഓഫ് ചെയ്യുക. ലാ തഖ്തിഫുൽ അസ്ഹാർ, പൂക്കൾ പറിക്കരുത്. ലാ തൽഅബ് ഇൻദൽ ജഹർ, മാളത്തിനരികിൽ നിന്ന് കളിക്കരുത്. ഒന്നാമത് കാണുന്ന ചിത്രം എന്താണ്? പൂക്കളുടെ ചിത്രമാണ് അല്ലേ? തന്നിരിക്കുന്നവയിൽ അതിന് അനുയോജ്യമായ വാക്യം ഏതാണ്? ലാ തഖ്തിഫുൽ അസ്ഹാർ, പൂക്കൾ പറിക്കരുത്. രണ്ടാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏതാണ്? അഗ്ലിഖു സുംബുറു ബഅദൽ ഇസ്തിഅമാൽ, ഉപയോഗശേഷം ടാപ്പ് അടയ്ക്കുക. മൂന്നാമത്തെ ചിത്രത്തിന് അനുയോജ്യമായ വാക്യം ഏതാണ്? ലാ തൽഅബ് ഇൻദൽ ജഹർ, മാളത്തിനരികിൽ നിന്നും കളിക്കരുത് അല്ലേ? നോക്കൂ, മാളത്തിൽ നിന്നും പാമ്പ് വരുന്നത്. നാലാമത് കാണുന്ന ചിത്രം എന്താണ്? കുറച്ച് പച്ചക്കറികളാണ് അല്ലേ? എന്താണ് അതിന് അനുയോജ്യമായ വാക്യം നമ്മൾ അവിടെ എഴുതേണ്ടത്? തനാവലുൽ ഖലറവാത്തി ദായിമൻ, എപ്പോഴും പച്ചക്കറികൾ കഴിക്കുക. അഞ്ചാമത്തെ ചിത്രം എന്താണ്? ഒരു കിണറിന്റെ ചിത്രമാണ്. അവിടെ ഏത് വാക്യമാണ് നമ്മൾ എഴുതേണ്ടത്? ഹാഫിൽ അല നലാഫത്തിൽ ബിഇർ, കിണർ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ആക്ടിവിറ്റി 6 നുകമ്മിലുൽ ഹിവാർ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ദഹബ അമീൻ ഇലൽ മൈദാനി ലിലഅബി ഖുറത്തിൽ ഖദം. അമീൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് പോയി. ലഖിയ ഫി ത്വരീഖി വലദൻ, വഴിയിൽ വെച്ച് ഒരു ആൺകുട്ടിയെ കണ്ടു. ഫദാറ ബൈനഹുമാ ഹിവാർ, അങ്ങനെ അവർക്കിടയിൽ ഒരു സംഭാഷണം നടന്നു. ആ സംഭാഷണമാണ് നമ്മൾക്ക് പൂർത്തിയാക്കേണ്ടത്. അമീൻ മസാ ഉൽ ഖൈർ, ഗുഡ് ഈവനിങ്. വലദ് മസാ ഉന്നൂർ, ഗുഡ് ഈവനിങ്. അപ്പോൾ അമീൻ എന്താണ് ചോദിക്കുന്നത്? മെൻ അൻത, നീ ആരാണ്? അപ്പോൾ വലദ് എന്താണ് പറയുന്നത്? അന ഷെരീഫ്, ഞാൻ ഷെരീഫാണ്. മസ്മുക, നിന്റെ പേരെന്താണ്? അപ്പോൾ അമീൻ എന്തായിരിക്കും മറുപടി പറയേണ്ടത്? അമീന്റെ പേര് പറയണം അല്ലേ? ഇസ്മി അമീൻ. അപ്പോൾ ഷെരീഫ് എന്താണ് ചോദിക്കുന്നത്? ഐനത്തെ റൂഹു, നീ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾക്കറിയാം അമീൻ എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രൗണ്ടിലേക്കാണ് അല്ലേ? ഇലൽ മൈദാൻ. അപ്പോൾ ഷെരീഫ് എന്താണ് ചോദിക്കുന്നത്? ലിമ, എന്തിനാണ്? അമീൻ ലിലഅബി ഡാഷ്,
എന്തു കളിക്കാൻ വേണ്ടിയായിരുന്നു അമീൻ ഗ്രൗണ്ടിലേക്ക് പോയിരുന്നത്? ലിലഅബി കുറത്തിൽ ഖദം, ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയായിരുന്നു അല്ലേ? അപ്പോൾ ഷെരീഫ് എന്താണ് പറയുന്നത്? ഹസനൻ, നല്ലത്. അപ്പോൾ അമീൻ എന്താണ് ചോദിക്കുന്നത്? ഹൽ തുസാഹിബുനി, നീ എന്റെ കൂടെ കൂടുന്നോ? അപ്പോൾ ഷെരീഫ് എന്തായിരിക്കും മറുപടി പറയുക? നഅം, അതെ. അപ്പോൾ അമീൻ എന്താണ് പറയുക? ശുക്രൻ, താങ്ക് യു. ഷെരീഫ്, അഫ്വൻ, വെൽക്കം. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾക്കായി കൂട്ടുകാർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ പ്ലേലിസ്റ്റിലോ പോയി പരിശോധിക്കുമല്ലോ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.